പ്രീതികാർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ന് ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ബ്രിക്സ് എന്ന സംഘടന. ബ്രിക്സ് എന്ന സംഘടന രൂപീകരിച്ച ഒരു ധനകാര്യ സ്ഥാപനമായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്, പരിസ്ഥിതി പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ആ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ പിൽക്കാലത്ത് ലോകവ്യാപകമായി പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോൾ അറിയപ്പെട്ടത് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്നാണ്. അപ്പോൾ ആ രണ്ട് സംഘടനകളെ കുറിച്ച് പഠിക്കും. ഗ്രാമീണ വികസനത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അതിലൂടെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച മറ്റൊരു സംഘടനയായിരുന്നു ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമവികസനം കൂടാതെ സ്ത്രീകളുടെ ഉന്നമനം, ഈ മൂന്ന് ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനവും നമ്മൾ പഠിച്ചുറപ്പിക്കും. കുട്ടികളുടെ ഇടയിൽ സാമൂഹിക ബോധം വളർത്തുവാനും രാഷ്ട്രസ്നേഹം ഉണ്ടാക്കുവാനും രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. അതും നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ആരംഭിച്ചാലോ? യെസ്, ആദ്യം നമ്മൾ പഠിക്കുന്നു ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുന്നത് ആ, രാജ്യങ്ങൾ, അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ചുരുക്ക പേരാണ്. ആദ്യകാലത്ത് ഈ സംഘടന അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: BRICS. അതായത് 4 രാജ്യങ്ങളാണ് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നത്. ആ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, ബ്രിക്സ്. എന്നാൽ പിന്നീട് BRICS എന്ന് ഉപയോഗിച്ചു. അഞ്ചാമതായി എസിൽ ആരംഭിക്കുന്ന ഒരു രാജ്യം കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ എസ് എന്ന് കുറിച്ചു. പിന്നീട് വീണ്ടും രാജ്യങ്ങൾ വന്നുവെങ്കിലും പേരിന് മാറ്റമൊന്നും വന്നില്ല. അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ചേർക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ ചേർത്തിട്ടില്ല. അതും മനസ്സിലുണ്ടാവട്ടെ. നമുക്കിനി തുടങ്ങാം. ബ്രിക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2009. ഇനിഷ്യൽ മെമ്പർഷിപ്പ് 4. ആരൊക്കെയായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. ഈ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ അതെന്ത് പേരിൽ അറിയപ്പെട്ടു? ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. BRIC, പിന്നെ ചെറിയൊരു എസ്, കൂട്ടായ്മ, ബഹുവചനം എന്ന അർത്ഥത്തിൽ. ഓക്കെ. In 2010, South Africa joined. Then it was known as BRICS, BRICS officially. നിലവില് ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11ആണ്. 2010 എത്ര അംഗരാജ്യങ്ങളായി? മൊത്തം 5ആയി. എന്നാൽ നിലവിൽ എത്രയാ? 11 ഉണ്ട്. അപ്പൊ 6 വർദ്ധിച്ചു അല്ലെ? ആ 6 രാജ്യങ്ങൾ എന്നാ കൂട്ടിച്ചേർക്കപ്പെടുന്നേ? 2024. പക്ഷെ പേരിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, പേര് അങ്ങനെ തന്നെയാണ്. 2024 കൂട്ടിച്ചേർക്കപ്പെട്ട 6 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഓക്കെ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഒന്നും മൂന്നും പഠിച്ചേ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE, സൗദി അറേബ്യ, ഇന്തോനേഷ്യ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നീ 6 രാജ്യങ്ങളാണ് ബ്രിക്സ് എന്ന സംഘടനയിൽ 2024 കൂട്ടിച്ചേർക്കുക. നിലവിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11. സെറ്റ് അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബ്രിക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2009. ഇനിഷ്യൽ മെമ്പേഴ്സ് 4. That is Brazil, Russia, India and China. In 2010, South Africa joined. Current total members 11. In 2024, 6 new members were added: Egypt, Ethiopia, Iran. Then United Arab Emirates, Saudi Arabia, Indonesia. 16th BRICS Summit, 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത് വെച്ച് നടന്നു. ഇവിടെ റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത് വെച്ച് നടന്നു. ഓക്കെ അല്ലേ? 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന നഗരത്തിൽ വെച്ച് നടന്നു. റിയോ ഡി ജനീറോ. 18ാമത് ഉച്ചകോടി 2026 ഇന്ത്യയിൽ വെച്ച് നടക്കും. നഗരം തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യയിൽ വെച്ചാണെന്ന് ഓർമ്മിക്കാം. ഈ വർഷം 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ്. ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിക്സ് കൺട്രീസ്, നോൺ ആസ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ബ്രിക്സ് എന്ന സംഘടന ആരംഭിച്ചതുകൊണ്ട് ഇതിനെ ബ്രിക്സ് ബാങ്ക് എന്നും ന്യൂ ബ്രിക്സ് ബാങ്ക് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ബ്രിക്സ് ആരംഭിച്ച ബാങ്കിന്റെ പേരെന്താ? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. ഇതിനെ തന്നെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കും, ന്യൂ ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കും.
ബാങ്കിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഇത് ഇത്രയും ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട്. അപ്പോൾ ബ്രിക്സ് എസ്റ്റാബ്ലിഷ് ഇൻ 2009. Initial members 4: Brazil, Russia, India, and China. In 2010, South Africa joined. Then later, till total 11 members. In 2024, 6 new members were added: Egypt, Ethiopia, Iran, United Arab Emirates, Saudi Arabia, Indonesia. 16th BRICS Summit in 2024, Kazan, Russia. 17th BRICS Summit in 2025, Rio de Janeiro, Brazil. 18th BRICS Summit in 2026 in India. Bank established by BRICS countries, New Development Bank, NDB. Special designation, BRICS Bank. BRICS Development Bank or New Development Bank. പരിശോധിച്ചാലോ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 15th July 2014. 2014 ജൂലൈ 15-ാം തീയതിയാണ് ബ്രിക്സ് ബാങ്ക് തുടക്കം കുറിക്കുക. ബ്രിക്സ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം നടന്നത് അഥവാ രൂപീകരണ സമ്മേളനം നടന്നത് ഡർബനിലാണ് 2013. ഓക്കെ, കോൺഫറൻസ് ദാറ്റ് ലീഡ് ടു ഇറ്റ്സ് ഫോർമേഷൻ, Durban in 2013. Agreement is signed. Fertilizer Summit in 2014, ബ്രസീൽ. അപ്പോൾ രൂപീകരണത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ നടന്നത് 2013 ഡർബൻ സമ്മേളനത്തിലാണ്. ബ്രിക്സ് ഡെവലപ്മെന്റ് രൂപീകരിക്കുന്നതിനാവശ്യമായ എഗ്രിമെന്റ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് 2014 ബ്രസീലിൽ വെച്ച് ഫോർട്ട് സമ്മേളനത്തിൽ വെച്ച് ഉടമ്പടി ഒപ്പുവെച്ചത് 2014 ബ്രസീലിൽ നടന്ന ഫോർട്ട് സമ്മേളനത്തിൽ. രൂപീകരിക്കുന്ന കാരണമായ സമ്മേളനം 2013 ഡർബൻ സമ്മേളനവും ഉടമ്പടി ഒപ്പുവെച്ചത് 2014 ബ്രസീലിലെ ഫോർട്ട് സമ്മേളനമാണ്. ഇതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കാറുണ്ട്? ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഹെഡ്ക്വാർട്ടേഴ്സ് ചൈനയിലെ ഷാങ്ഹായ്. in China. Operation commenced from 21st July 2015. 2014 ജൂലൈ 15-ാം തീയതി രൂപീകരിച്ചെങ്കിലും പ്രവർത്തനം ആരംഭിച്ചത് 2015 ജൂലൈ 21. Responsibility: provide financial assistance for the operations of member countries. അംഗങ്ങളായ രാജ്യങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക. ഓക്കെ, അംഗരാജ്യങ്ങളുടെ പ്രവർത്തനത്തിന്, അത് ഏത് പ്രവർത്തനമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ വികസനമാകാം, ചിലപ്പോൾ വ്യവസായമാകാം, ചിലപ്പോൾ ഗവേഷണമാകാം, എന്തോ ആയിക്കോട്ടെ. അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ അല്ലേ? പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ the operation of member countries. Time of the president, 5 years. First president of New Development Bank, K.V. Kamath, Indian citizen. Current president, Dilma Vana Rousseff, Brazil citizen. Headquarters of the Asian Infrastructure Investment Bank at Beijing in China. Headquarters of Asian Infrastructure Investment Bank. അടിസ്ഥാന സൗകര്യത്തിന് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അറ്റ് ബീജിംഗ് ഇൻ ചൈന. ഇത്രയും റിവിഷൻ ഉറപ്പിച്ചാലോ? ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഓർ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 15th July 2014. The conference that lead to its formation, Durban Conference in 2013. Agreement signed in 2014, Fortaleza Summit, Brazil. It was known as New Development Bank or BRICS Bank. Headquarters Shanghai in China. Operation commenced on 21st July 2015. Responsibility: provide financial assistance for the operation of member countries. Time of the president, 5 years. First president, K.V. Kamath from India. Current president, Dilma Vana Rousseff from Brazil. Headquarters of the Asian Infrastructure Investment Bank at Beijing in China. അടുത്ത് പറയുന്നു, പരിസ്ഥിതി സൗഹൃദ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ, രണ്ടും വളരെയധികം സാമ്യമുണ്ട്. ഗ്രീൻ പീസ് ഫൗണ്ടേഷന്റെ പിൻഗാമിയാണ് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കാം. ദ വേൾഡ്സ് ലാർജസ്റ്റ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ, ഗ്രീൻ പീസ്. ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന എന്നറിയപ്പെടുന്നത്
ഗ്രീൻ പീസ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആണ്, അഥവാ ഇന്റർനാഷണൽ ഗ്രീൻ പീസ് ഓർഗനൈസേഷൻ ആണ്. ഈ ഗ്രീൻ പീസ് എന്ന സംഘടന രൂപീകരിക്കുവാനുള്ള കാരണം ഇങ്ങനെ പറയാറുണ്ട്. ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബോട്ടിന്റെ പേരാണ്. അമേരിക്ക കാനഡയുടെ അധീനതയിലുള്ള അലൂഷ്യൻ ദ്വീപില്, ഈ അലൂഷ്യൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാൻകൂവർ എന്ന പേരിൽ അറിയപ്പെടുക. കാനഡയിലെ പ്രാദേശിക ഭൂപ്രദേശമായ വാൻകൂവറിലെ അലൂഷ്യൻ ദ്വീപില് മിസൈൽ പരീക്ഷണത്തിന് നടത്താൻ തീരുമാനിച്ചു. മിസൈൽ പരീക്ഷണത്തെ അതിശക്തമായി അവിടുത്തെ പ്രാദേശിക ജനത എതിർത്തു. കാരണം ഒട്ടനവധി ജീവജാലങ്ങൾ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ്. പരിസ്ഥിതിവാദികൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ഏതുവിധേനയും ഈ അലൂഷ്യൻ ദ്വീപിലെ അല്ലെങ്കിൽ വാൻകൂവറിലെ അമേരിക്കയുടെ മിസൈൽ ആക്രമണ പദ്ധതി അല്ലെങ്കിൽ മിസൈൽ പരീക്ഷണ പദ്ധതി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവരെന്ത് ചെയ്തു? ഈ വാൻകൂവറിലെ അലൂഷ്യൻ ദ്വീപിലേക്ക് ഗ്രീൻ പീസ് എന്ന ചെറുവള്ളത്തിൽ, ചെറിയ ബോട്ടിൽ യാത്ര തിരിച്ചു. അങ്ങനെ അവിടെ എത്തി അവിടുത്തെ സ്ഥിതിഗതികളെ ലോകത്തെ അറിയിക്കാനായിട്ട് ശ്രമിച്ചു. വംശനാശ ഭീഷണി പോലും നേരിടുന്ന ജീവജാലങ്ങൾ കാണപ്പെടുന്നതാണ്. അത്രയും പരിസ്ഥിതിയുള്ള പ്രദേശമാണ്. അവിടെ അമേരിക്കയുടെ മിസൈൽ പരീക്ഷണം അനുവദിച്ചുകൂടാ എന്ന ആശയം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുക. അതിന് നേതൃത്വം നൽകിയത് ബെൻ മെറ്റ്കാഫ് ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു ഗ്രീൻ പീസ് ഫൗണ്ടേഷന്റെ ആദ്യ ചെയർമാനും. ബെൻ മെറ്റ്കാഫ് എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലായിരുന്നു ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ രൂപീകരിക്കുക. യഥാർത്ഥത്തിൽ ഗ്രീൻ പീസ് എന്ന ഒരു ചെറിയ വള്ളത്തിന്റെ പേരാണ് ഈ സംഘടനയ്ക്കിടുക. അങ്ങനെ ഇവരെ അലൂഷ്യൻ ദ്വീപിലെത്തി അവിടുത്തെ ആശയങ്ങൾ ലോകത്തെ അറിയിച്ചതിനെ തുടർന്ന് അമേരിക്ക മിസൈൽ പരീക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് ഈ സംഘടനയുടെ സ്ഥാപകനായ നമ്മുടെ ബെൻ മെറ്റ്കാഫ് വിചാരിച്ചു, ഈ ഒരു സംഘടന മറ്റ് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം പരിസ്ഥിതി നശീകരണ പ്രവർത്തനങ്ങൾ തടയാമായിരുന്നു. ഈ ഒരു ചിന്തയാണ് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുക. ഓക്കെ, നമ്മൾ അത് അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പൊ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ദ വേൾഡ്സ് ലാർജസ്റ്റ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ, എ നോൺ ഗവൺമെന്റൽ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ, നമ്മൾ അതിനെ NGO, നോൺ ഗവൺമെന്റൽ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ, NGO എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയും. ഗവൺമെന്റ് എതിരെ പാരിസ്ഥിതിക സംഘടന സ്ഥാപിതമായത് ഏത് വർഷം? 1971. എവിടെ? കാനഡയിലെ അലൂഷ്യൻ ദ്വീപില്, അല്ലെങ്കിൽ വാൻകൂവർ എന്ന സ്ഥലത്ത്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ബെൻ മെറ്റ്കാഫ് ആണ്. ബെൻ മെറ്റ്കാഫ്. സെറ്റ് അല്ലേ? അടുത്ത് പറയുന്നത് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ഫോംഡ് ഇൻ 1979, ഹെഡ്ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാം. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആംസ്റ്റർഡാം ആണ്. ക്ലിയർ അല്ലേ? ഈ ആംസ്റ്റർഡാം ഏത് രാജ്യത്താണ്? നെതർലൻഡ് എന്നുള്ള സ്ഥാനമാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. നെതർലൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ഫോംഡ് ഇൻ 1979, ഹെഡ്ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാം ഇൻ നെതർലൻഡ്. പ്രീഡെസസർ അഥവാ മുൻഗാമി ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആരംഭിച്ചത് 1971 ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാനഡയിലെ വാൻകൂവർ ആണ്. ആ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആണ് പിൽക്കാലത്ത് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആയി മാറ്റപ്പെടുക 1979 മുതൽ. ആസ്ഥാനം എവിടെയാണ്? നെതർലൻഡിലെ ആംസ്റ്റർഡാം ആണ്. ഓക്കെ. ഫസ്റ്റ് ഡയറക്ടർ ഡേവിഡ് മക്ടഗാർട്ട്. ഡേവിഡ് മക്ടഗാർട്ട് ആണ്. ഡേവിഡ് മക്ടഗാർട്ട്. എന്നാൽ ഗ്രീൻ പീസ് ഫൗണ്ടേഷന്റെ ആദ്യ ചെയർമാൻ ബെൻ മെറ്റ്കാഫ് ആണ്. ബെൻ മെറ്റ്കാഫ് ആണ്. ഇവിടെ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഡേവിഡ് മക്ടഗർ ആണ്. ഓക്കെ അല്ലേ? ഇനി പ്രധാന ലക്ഷ്യം നമുക്ക് നോക്കാം. ടേക്ക് സ്ട്രോങ് ആക്ഷൻ അഗെയിൻസ്റ്റ് വെയിലിംഗ്. തിമിംഗല വേട്ടയ്ക്കെതിരെ ശക്തമായ രംഗത്ത് വരിക. പിന്നെ ട്രോളിംഗ്. ട്രോളിംഗ് എന്ന് പറയുമ്പോൾ മത്സ്യപ്രജനന കാലഘട്ടത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിനെയാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം കൊണ്ട് അർത്ഥമാക്കുക. ട്രോളിംഗ്, ഓവർ ഫിഷിംഗ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഡിഫോറസ്റ്റേഷൻ. അപ്പൊ തിമിംഗല വേട്ട, ട്രോളിംഗ്, ഉൾക്കടൽ മത്സ്യബന്ധനം, ആഗോളതാപനം, വനനശീകരണം എന്നിവയ്ക്കെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതായിരുന്നു എന്തിന്റെ ലക്ഷ്യം? ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ലക്ഷ്യം. അതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്നും പറയാം. മറക്കില്ലല്ലോ. അപ്പൊ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ഫോംഡ് ഇൻ 1979, ഹെഡ്ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാം ഇൻ നെതർലൻഡ്. Predecessor, Greenpeace Foundation, first director, David McDeckard. Main objective, take strong action against whaling, trawling, overfishing, global warming
ആൻഡ് ഡിഫോറസ്റ്റേഷൻ. സെറ്റ് അല്ലേ? അടുത്ത് പറയുന്നു മറ്റൊരു പരിശുദ്ധ സംഘടന, പേരിനോട് സാമ്യമുള്ള എങ്കിലും സംഘടനകൾ തമ്മിൽ ആശയപരമായി യാതൊരു ബന്ധവുമില്ല. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1977. ഫൗണ്ടർ വങ്കാരി മതായ്. വങ്കാരി മതായ്. The first environmental activist to receive the Nobel Prize in 2004. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മാതായ്. വങ്കാരി മാതായ്ക്ക് എന്നാണ് നോബൽ പ്രൈസ് കിട്ടുക? 2004. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. മറക്കരുത്. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ കാനഡയിലാണ്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ നെതർലൻഡിലെ ആംസ്റ്റർഡാമാണ്. ഇവിടെ ഗ്രീൻ ബെൽറ്റ് എവിടെയാണ്? കെനിയയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ established in 1977, founder Wangari Maathai, the first environmental activist to receive the Nobel Prize in 2004. Headquarters, Kenya. Objective: improve the livelihoods of rural communities through tree planting, environmental conservation, and women empowerment. അപ്പോൾ പ്രധാനമായിട്ടും ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുക എന്നതാണ്. ഇംപ്രൂവ് ദ ലൈവ്ലിഹുഡ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റീസ്. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി മരം നടുക, സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തുക, അങ്ങനെ ഗ്രാമത്തെ പരിസ്ഥിതി സന്തുലിതമായ ഒരു ഭൂപ്രദേശത്തേക്ക് മാറ്റാം എന്നതായിരുന്നു വങ്കാരി മാതയുടെ ഉദ്ദേശം. ഈ ഒരു ആശയം തുടക്കം കുറിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലാണ്. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടന രൂപീകരിച്ചത് വങ്കാരി മാതയ് കെനിയയിലാണ്. എന്നാൽ ഈ ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം തുടക്കം കുറിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ് എന്ന കാര്യം ദയവായി ഓർമ്മിക്കാം. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്: improve the livelihoods of rural communities through tree planting, environmental conservation, and women's empowerment. The concept of green belt originated in England. അടുത്ത് പറയുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുവാനും രാഷ്ട്രസ്നേഹം ഉണ്ടാക്കുവാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിൽ പലരും അതിൽ അംഗങ്ങളായിരുന്നിരിക്കാം. സ്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചേരാൻ കഴിയുന്നതാണ്. ഗൈഡ്സ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് മാത്രം. സ്കൗട്ടില് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. ഗൈഡ്സിൽ പെൺകുട്ടികൾ മാത്രമാണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ. സ്കൗട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1907. ഗൈഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1910. ഫൗണ്ടേഴ്സ് റോബർട്ട് എസ് ബർഡൻ പവൽ ആൻഡ് ആഗ്നസ്. റോബർട്ട് എസ് ബർഡൻ പവലും അദ്ദേഹത്തിന്റെ സഹോദരിയായ ആഗ്നസുമാണ് ഈ സ്കൗട്ടും ഗൈഡ്സും രൂപീകരിക്കുക. സ്കൗട്ട്സ് രൂപീകരിച്ചത് റോബർട്ട് എസ് ബർഡൻ പവലും ഗൈഡ്സ് രൂപീകരിച്ചത് ആഗ്നസും എന്നാണ് നമ്മൾ പൊതുവിൽ പറയുക. പക്ഷേ SCERT പുസ്തകത്തിൽ PSC സംബന്ധിച്ചിട്ട് രണ്ടുപേരും കൂടെയാണ് ഇത് ആരംഭിച്ചതെന്ന് നമ്മൾ പറയും. ഓക്കെ. സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്കൗട്ട് മൂവ്മെന്റ് ജനീവ. ഗൈഡ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടൻ. മോട്ടോ ബി പ്രിപ്പയർഡ്. തയ്യാറായിരിക്കാം. എപ്പോഴും തയ്യാറായിരിക്കും. എന്തിനു വേണ്ടി? സാമൂഹ്യ സേവനത്തിന് വേണ്ടി, രാജ്യസേവനത്തിന് വേണ്ടിയിട്ട്. അതാ പ്രാധാന്യം. The main objective: foster honesty service. കുട്ടികളിലും യുവാക്കളിലും ആത്മാർത്ഥത, സാമൂഹ്യ സേവനം, പിന്നെ ദേശസ്നേഹം എന്നിവ വളർത്തുക എന്നതാണ് ലക്ഷ്യം. കുട്ടികളിലും യുവജനങ്ങളിലും ആത്മാർത്ഥത, സാമൂഹ്യ സേവനം, ദേശസ്നേഹം എന്നിവ വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വേൾഡ് ബ്യൂറോ ഓഫ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് located at Geneva. വേൾഡ് ബ്യൂറോ ഓഫ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് located at Geneva. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്യാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. സ്കൗട്ട് established in 1907. ഗൈഡ്സ് established in 1910. Founders Robert S. Baden-Powell and his sister Agnes. Scout headquarters Geneva. Gaids headquarters London. Motto: be prepared. The main objective: foster honesty, social service, and patriotism among children and youth. World Bureau of Scout and Guides located in Geneva. മറക്കില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്തൊക്കെയാണ്? ബ്രിക്സ് എന്ന സംഘടനയെ കുറിച്ച് പഠിച്ചു. അതിന്റെ കീഴിൽ രൂപീകരിച്ച
ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പഠിച്ചു. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ, പിന്നെ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. കുട്ടികളിലും യുവജനങ്ങളിലും ആത്മാർത്ഥതയും സാമൂഹ്യ സേവനവും രാഷ്ട്രസ്നേഹവും ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം നമ്മൾ പഠിച്ചുറപ്പിച്ചു. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ബൈ ബൈ.